ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി എഗ്ഗ് കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ? സൂപ്പർ ടേസ്റ്റുള്ള കട്ട്ലറ്റ് ആട്ടോ ഇത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എഗ്ഗ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഒരു 14-15 മതി എന്നുള്ളൊരു ഇതിൻ്റെ നേർപകുതി, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ നേർപകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് 6 മുട്ടയുടെ സ്ഥാനത്ത് 3 മുട്ട എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കടായിയോ ഒരു ചീനിച്ചട്ടിയോ അടുപ്പിലേക്ക് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ മുമ്പേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നോ 2 സെക്കൻഡ് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. പാനിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിം ആക്കണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും ഇതിങ്ങനെ ചെറിയ പീസസ് ആയി കിട്ടും. നമുക്ക് വലിയ പീസുകളുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കുത്തി ഇളക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ടായി ചെറിയ പീസായി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകൾ റെഡിയാക്കാം. ഇനി അടുപ്പിലൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. ഇത് ചെറുതായി ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 4 വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഈ പച്ചമുളക് എരിവ് കുറവായതുകൊണ്ട് കേട്ടോ ഞാൻ 6 പച്ചമുളക് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാവേ. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തീയെ ലോ ഫ്ലെയിമിലാക്കി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4 കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതും അതുപോലെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കിഴങ്ങ് വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തുകൊണ്ട് കിഴങ്ങിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. അപ്പോൾ നന്നായിട്ട് ഇതിൽ വെള്ളം വറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ആക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കട്ട്ലറ്റ് ഉരുട്ടിയെടുക്കുമ്പോൾ. അതുകൊണ്ട് ഇതിൽ വെള്ളം വറ്റുന്നിടം വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 6-7 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. മൈദയ്ക്ക് ഒരു കോൺഫ്ലോർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ചേർത്ത് ഇളക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള പേസ്റ്റ് മതി. നല്ല കട്ടിക്ക് കോട്ടിങ് വേണ്ടവർക്ക് അത് കുറച്ച് തിക്കായിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ലൂസാക്കിയാണ് എടുക്കുന്നത്. ഒരുപാട് ലൂസാകരുത്, ഏകദേശം ഇതിനെക്കാട്ടിൽ ഇച്ചിരിയോടെ ലൂസാവാം. ഈ ഒരു മിക്സിന് പകരം ഒരു മുട്ട പൊട്ടിച്ച് അത് ഇച്ചിരി ഉപ്പും മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. മൈദയുടെ മിക്സ് തന്നെ വേണമെന്നില്ല. ഓക്കെ, ഇത്രയും മതിയാവും, ഇത്രയും ലൂസ് മതിയാവും കേട്ടോ. നമുക്ക് വേണ്ട തിക്നെസ്സിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അറിയത്തില്ലാത്തതാവൊന്ന് കയറി നോക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും കൂടെ. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലാണ്, അതുകൊണ്ട് എനിക്ക് നേരത്തെ എടുത്തു വെക്കാൻ മറന്നും പോയി. ഇപ്പോൾ പോയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിനകത്ത് കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. ഈ ഓഫാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉപ്പും ഒക്കെ ഓക്കെ ആണോ എന്നൊന്ന് നോക്കണം. പാകത്തിനല്ലെങ്കിൽ ഇത്തിരിയും കൂടെ ഉപ്പും എരിവ് പാകത്തിന് ഇത്തിരിയും കൂടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് തിക്നെസ്സിന് വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ചെയ്യണേ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കയ്യിലേക്ക് ഇതേപോലെ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാവേ. ഒരു ഓവൽ ഷേപ്പാണ് മിക്കപ്പോഴും നമ്മൾ കട്ട്ലറ്റിനൊക്കെ എടുക്കുന്നത്. ആ ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാം. നമുക്ക് എല്ലാം ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കാവേ. ഇത്രയും നമ്മുടെ മിക്സിയിൽ നിന്നും ഏകദേശം 25 കട്ട്ലറ്റിന് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ എടുത്തതിൻ്റെ പകുതി ആണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് 12 കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം നമുക്കിനി ഈ മൈദയുടെ മിക്സിലേക്ക് ഓരോന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് ഞാനിങ്ങനെ ഒരു സ്പൂൺ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പൂണിൽ കോരി നമ്മുടെ കട്ട്ലറ്റിൻ്റെ മുകളിലിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ കൈയും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് ഭയങ്കരമായിട്ട് കയ്യിലും പറ്റും, പെട്ടെന്ന് കൂടുതൽ അത് നനയുകയും ചെയ്യും. അതുകൊണ്ട് ഇനി നമുക്ക് കട്ട്ലറ്റ് എടുത്ത് മാവിൽ കോട്ട് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സ്പൂണും കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് ഇത് മൊത്തം കവർ ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാവേ. ഇപ്പോൾ നമ്മളെല്ലാം അങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. ഇങ്ങനൊരു പാത്രം നമ്മൾ അടുപ്പിന് മുകളിൽ വെച്ചിട്ടുണ്ട്. വെള്ളം മുഴുവൻ വറ്റി കഴിയുമ്പോഴത്തേക്കും കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഷാലോ ഫ്രൈയോ ഡീപ്പ് ഫ്രൈയോ ചെയ്യാം. ഇപ്പം എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട്ലറ്റ് ഒഴിച്ചു കൊടുക്കാം. തീ ലോ ടു മീഡിയം വെക്കാവേ. ഒരിക്കലും ഹൈ വെക്കരുത്, മീഡിയം മാത്രമേ വെക്കാവുള്ളൂ മാക്സിമം. ഒരു സൈഡായി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വെച്ച് ഫ്രൈ ആക്കി എടുക്കാവേ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ക്രിസ്മസ്.